പഠിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ തലയൊന്ന് ഇളകിക്കോട്ടെ എന്ന് കരുതി തലച്ചോറിന്ന് അതിലിപ്പോൾ തലച്ചോറ് മന്ദിച്ചു പോവില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇളകിക്കോട്ടെ എന്ന് കരുതിട്ട് ചെയ്യാൻ തീരുമാനിച്ചു തരുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലാണ്. ഇവിടെ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ തന്റെ 75ാമത്തെ വയസ്സിൽ ഡിഗ്രി പഠിക്കാനെത്തിയ ജോസേട്ടന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഇതാണ് 75ാമത്തെ വയസ്സിൽ ഡിഗ്രി പഠിക്കാനെത്തിയ ജോസേട്ടൻ. ജോസേട്ടാ നമസ്കാരം. അപ്പൊ ഈ ഒരു പ്രായത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ഡിഗ്രി പഠിക്കണം തോന്നാനുള്ളത്? അല്ല, അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ തലയൊന്ന് ഇളകിക്കോട്ടെ എന്ന് കരുതി തലച്ചോറിന്ന് അതിലിപ്പോൾ തലച്ചോറ് മന്ദിച്ചു പോവില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇളകിക്കോട്ടെ എന്ന് കരുതിട്ട് ചെയ്യാൻ തീരുമാനിച്ചു തരുള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു 75ാമത്തെ വയസ്സിലൊക്കെ ഒരാൾ ഡിഗ്രി പഠിക്കാൻ വരുന്നത്. അങ്ങനെ എല്ലാം തോന്നുന്നുണ്ട്. അതിൽ കൂടുതൽ അതിലുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ വയനാട്ടിൽ ഞാൻ തന്നെയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അറിയില്ല ഇത്രയായിരുന്നു. അപ്പോൾ ജോസേട്ടൻ 7ാം ക്ലാസ് തുല്യത എഴുതി, 10ാം ക്ലാസ് തുല്യത എഴുതി, +2 തുല്യത എഴുതിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇതൊക്കെ കൈവിട്ടു പോയത് ഏത് കാലത്ത് ഒരു 67 കൈവിട്ടു പോയതാ പഠിത്തം എന്ന് പറയുന്നത്. അതൊക്കെ അന്ന് മൂടി വെച്ചതാ. പിന്നെ തുടങ്ങിയത് 2014 തുടങ്ങിയത്. 2014 പ്ലസ് സാക്ഷരതയിൽ 7th എഴുതി, 10th എഴുതി. അതിൽ തന്നെ +1 +2 എഴുതി. അതിലൊക്കെ വലിയ മോശമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. 60% ഒക്കെ മാർക്കിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ ഒരു പ്രായത്തിൽ പഠിക്കാൻ വരുമ്പോൾ വീട്ടുകാരൊക്കെ എന്താ പറയുന്നത്? അവർ നല്ല സപ്പോർട്ടാ. വൈഫൊക്കെ നല്ല സപ്പോർട്ടാ. അങ്ങനെയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഡിഗ്രി കഴിയുന്നത് വരെ നോക്കാം. ഏതായാലും ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷം എത്തണ്ടേ. അപ്പൊ അതുവരെ എങ്ങനെ ഉണ്ടാവുന്നല്ലോ, അന്ന് ജീവിച്ചിരുന്നാൽ ചെയ്യും. പുതു തലമുറയോട് എന്താണ് ജോസേട്ടൻ പറയാനുള്ളത്? വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മളെ ജീവിതം മുന്നോട്ട് പോകാന്ന് പറഞ്ഞെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വിദ്യയാണ് എല്ലാം. വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. വിദ്യയില്ലേ നമുക്കൊന്നുമില്ല. എന്തായാലും ജോസേട്ടന്റെ ഒരു മെസ്സേജ് പുതിയ തലമുറക്ക് വലിയൊരു മാതൃകയാണ്. കാരണം പഠനം പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പഠിക്കാൻ മടിച്ച് വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകൾക്കാണ് ജോസേട്ടനെ പോലെ ഒരാൾ 75ാം വയസ്സിൽ ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി തന്നെ പറയാണ്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നിർബല, മീഡിയ 1 വയനാട്.